പടം അത്യുഗ്രനായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, 2024 തുടക്കം തന്നെ ഇത്രയും ഒരു വളരെ അനായാസമായിട്ട് സത്യമായിട്ട് പറഞ്ഞു പോകുന്നൊരു ഇത്രയും നല്ലൊരു സിനിമ. അതായത് മലയാളം സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അത്യുഗ്രനായിട്ട് വളരെയധികം സത്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സിനിമകളായിട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. ആ എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഞാൻ വളരെയധികം സ്തബ്ധയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയുമാണ്. കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലരും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻ്റർവ്യൂകളിലാണെങ്കിലും ധർണകളാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും എത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ആട്ടത്തിൽ. നിങ്ങളെല്ലാവരും കാണണം. ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത്. അത് നമ്മൾ മലയാളികളുടെ ഒരു ധർമ്മമായിട്ട് തന്നെ കരുതണം. സോ ദയവ് ചെയ്തിട്ട് 5-ാം തീയതി തിയേറ്ററിൽ റിലീസാകുമ്പോൾ പോയി കാണണം. ഇതൊരു വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കെല്ലാം ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ പെർഫോമൻസും തോന്നിയത്. ഒരു ക്യാരക്ടർ പോലും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല അവർ. ശരിക്കും അതിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റോ എല്ലാം തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള പോലത്തെ എല്ലാം. ഫിലിം മേക്കിംഗ് എൻറ്റയർലി വാസ് വെരി റിയൽ. ഐ എം എ ലിറ്റിൽ ടു സ്റ്റൺ ടു സ്പീക്ക് റൈറ്റ് നൗ. എനിക്കറിയായിരുന്നു IFFIയിലാണെങ്കിലും IFFKയിലാണെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തിട്ടുള്ള പടമാണ്. അത് വെറുതെ ആവില്ല എന്നുള്ളത് എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഥയെപ്പറ്റി ഒരു മുൻധാരണയില്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തുഷ്ടയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. മലയാളം സിനിമ ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും നമ്മൾ വഴിതെറ്റി പോവില്ല എന്നുള്ളതിന് വലിയ ഉഗ്രൻ എക്സാമ്പിൾസ് വരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് 2024 is a great start with Aatam coming on the 5th of Jan. Thank you so much.